നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറെ വീഡിയോ ആയിട്ടൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. മെയ് മാസം ഫുള്ളായിട്ട്, അതായത് ഫെബ്രുവരി 2024 ഫുള്ളായിട്ട് ഡയറ്റ് നോക്കാം. മാർച്ച് 3 2024 എനിക്ക് റിസൾട്ട് എല്ലാവരും അയച്ചു തരാം. ഓൾമോസ്റ്റ് എനിക്ക് മെയിൽ അയച്ച എല്ലാവർക്കും തന്നെ ഞാൻ പ്ലാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആരും റിപ്ലൈ കിട്ടിയില്ല എന്ന് വിഷമിക്കേണ്ട. കാരണം നമുക്കൊരു കാലാവധി ഉണ്ടായിരുന്നു. ആ ടൈം പീരീഡിൽ മാത്രമേ നമുക്ക് അത്രയും പേരെ എടുക്കാൻ പറ്റുള്ളൂ. വെയിറ്റ് ലോസ് ചാലഞ്ച് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യണം, കറക്റ്റ് ഡേ എല്ലാവരും കൂടെ നോക്കണം, എന്നാൽ മാത്രമേ നമുക്കൊരു കമ്പാരിസൺ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈം പീരീഡ് വെച്ചത്. അപ്പോൾ ഇനി ആരും തന്നെ മെയിൽ അയക്കേണ്ടതില്ല. അയക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ചാലഞ്ചിനെ സംബന്ധിച്ചോട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അയക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ സ്ലിം ആൻഡ് ഫിറ്റായിട്ടിരിക്കാൻ കിട്ടിയ ഒരു അവസരമാണെന്ന് മനസ്സിലൊന്ന് വിചാരിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ശരിയായിക്കോളും. വീട്ടിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിയുന്നത്ര വാങ്ങി വെക്കാതിരിക്കുക. ഇത് കാണുമ്പോഴാണ് നമുക്കൊരു ക്രാവിങ്സ് ഉണ്ടാവുന്നത്. പിന്നെ എന്തെങ്കിലും സാലഡോ എല്ലാം കഴിച്ചിട്ട് വേണം സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിന് പോകാനായിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം നമ്മൾ വിശന്ന് സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ ജ്യൂസസ് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പർച്ചേസ് ചെയ്തു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം ചെറുതായിട്ട് കഴിച്ചിട്ട് വേണം പോയി പർച്ചേസ് ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ ക്ലയൻസിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അവർ പറയാം അമിതമായ ക്രാവിങ്സാണ് മാഡം ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ പറയും ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് നിങ്ങളൊന്ന് പോയി നോക്ക് പർച്ചേസിന്. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ വളരെ കുറയും. അതുകൂടാതെ ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ്, ചോക്ലേറ്റ്സ് ഇതൊക്കെ നമ്മൾ പർച്ചേസ് കുറവായിരിക്കും. പക്ഷേ ഭക്ഷണം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ബാഗിൽ കൂടുതൽ ബേക്കറി ഐറ്റംസ് ആയിരിക്കും കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഇത് ഡയറ്റായിട്ട് എടുക്കരുത്, ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. അപ്പം എല്ലാവർക്കും ആശംസകൾ. എല്ലാവരും മാർച്ച് 3, 2024 എനിക്ക് റിപ്ലൈ തരിക. മെയിലിലൂടെ തന്നെ റിപ്ലൈ തരാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.